നനിമാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി റീഫ്രഷിംഗ് വാട്ടർമെലൺ ഡ്രിങ്ക് ആണ്, മുഹബത്ത് കാ സർബത്ത്. ഇന്ന് നമുക്ക് മുഹബത്ത് കാ സർബത്ത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഞാനിവിടെ തണ്ണിമത്തന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ കുഞ്ഞതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളാക്കരുത്, ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തണ്ണിമത്തൻ നമുക്കൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല മധുരമുള്ള തണ്ണിമത്തനാട്ടോ. നമുക്ക് ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല മധുരമുണ്ട്. ഞാനിതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുരുവൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കസ്കസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് റൂഹുൽ അഫ്സ ആഡ് ചെയ്യാം. ഈ റൂഹുൽ അഫ്സ എന്ന് പറഞ്ഞ സിറപ്പ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സിറപ്പാണ്. ഞാനിതിലേക്ക് 6 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഒഴിച്ചു കൊടുക്കാം. ആ ഒരു റൂഹുൽ അഫ്സയുടെ ഫ്ലേവർ നല്ല പോലെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. റൂഹ് അഫ്സയുടെ സിറപ്പിന് ഒരു പിങ്ക് കളറായിരിക്കും. നമ്മളിതിലേക്ക് പാലൊഴിക്കുമ്പോൾ അത് മിക്സ് ആക്കുമ്പോൾ ഒരു ലൈറ്റ് പിങ്ക് കളറാവും. പിന്നെ ഇതിൻ്റെ ഫ്ലേവറും അടിപൊളിയാണ്. നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ഷുഗറുകൾ ആഡ് ചെയ്യുന്നത്, 1 ടീസ്പൂൺ ഷുഗർ. ബിക്കോസ് ഓൾറെഡി തണ്ണിമത്തൻ നല്ല മധുരമുണ്ട്. പിന്നെ ഈ റൂഹുൽ അഫ്സയുടെ സിറപ്പും നല്ല മധുരം ഉണ്ടാവും. അതുകൊണ്ട് വളരെ കുറച്ച് ഷുഗറുകൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ തണ്ണിമത്തന് മധുരം ഇല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഷുഗർ. പിന്നെ ഇത് ഷുഗർ ആഡ് ചെയ്യുന്നത് ഈ തണ്ണിമത്തൻ്റെ മധുരമായിട്ട് ഡിപ്പെൻഡ്സ് ചെയ്തിരിക്കും. പിന്നെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ഷുഗറിന് പകരം കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. ഇനി നമ്മളിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഫുൾ ക്രീം മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് പാലൊഴിക്കും തോറും ഇതിൻ്റെ കളർ ഇങ്ങനെ ലൈറ്റ് പിങ്കായി മാറും. കാണാൻ തന്നെ നല്ല രസമാണ്. നല്ല തണുത്ത പാലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നല്ല പോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മുഹബത്ത് കാ സർബത്ത് റെഡിയായി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റീഫ്രഷിംഗ് വാട്ടർമെലൺ മിൽക്ക് ഷേക്കാണ് ഇത്. ഈ സമ്മർ സീസണിലൊക്കെ നമുക്ക് ഭയങ്കര ആശ്വാസമാവും. നല്ല ഒരു എന്താ പറയുക, നല്ലൊരു കുളിർമ തരുന്ന ഒരു ഡ്രിങ്കാണ്. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്, ഹെൽത്തിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടതിനാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.